ഞാൻ ഇന്നിവിടെ ഏത്തയ്ക്ക ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 3 ഏത്തയ്ക്ക എടുത്തു. തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് മുറിക്കാം. നമുക്ക് ശർക്കരയോ അതല്ലെങ്കിൽ പഞ്ചസാരയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇത് കാർബണലൈസ് ചെയ്യുന്നതിന് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഹൽവയുടെ കളറ് മാറുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ 1/2 കപ്പ് പാലും ഈ ഏത്തയ്ക്കായും കൂടെ ബ്ലെൻഡ് ചെയ്തു. നമുക്ക് പാലിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കുക. ഞാൻ മൊത്തം 4 സ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബട്ടറോ നെയ്യോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ റൈസിനോ അതല്ലെങ്കിൽ കാഷ്യോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് അല്പം ഏലക്കായ എടുക്കാം. ഏലക്കായ എടുത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് നന്നായിട്ട് പൊടിച്ച ആ പൊടിയും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്തതിന് ശേഷം പിന്നെയും നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ല തിക്കാവുമ്പോൾ നമുക്ക് അത് എടുത്തൊരു പ്ലേറ്റിൽ ഷേപ്പ് ചെയ്യാവുന്നതാണ്. ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ പീസായിട്ട് മുറിച്ചെടുത്ത് കഴിക്കാം.